Hello, it's me, Purely Awesome. ഞാനിതുവരെ എക്സ്പീരിയൻസ് നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ശേഷം എൻ്റെ ഹസ്ബൻഡിന് സെൻട്രൽ അപ്പോൾ ഞങ്ങൾ മാസമായിട്ട് കോഴിക്കോട് സ്ഥലത്ത് കോട്ടയം ജില്ലയുടെ ഭാഗമായിട്ട് ഇടുക്കി കോട്ടയം ജില്ലയുടെ ഭാഗമായിട്ട് ഒരു മലയോര മേഖലയാണ്. ഒരു സെൻസസിന് ഒരു വീട്ടിൽ നമ്മളിത് തന്നെ നോക്കി കുറേ നേരം നിന്ന് പോയി. ഇത്ര മനോഹരമായിട്ടാണ് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല എൻ്റെ ഇത്രയും മുകളിൽ എനിക്ക് വീടുണ്ട്, രണ്ട് വീടാണെന്നുള്ള സമയമാണ് പേടിച്ച് ആയിരുന്നു. എന്നാലും മൃഗങ്ങളൊന്നും കാണാതെയായി ഉപയോഗിക്കുന്നത് അങ്ങനെ പോകുന്ന വഴികളിൽ ഭയങ്കര മനോഹരമായിട്ടുണ്ട്. നമ്മൾ ഒരു വീട് തപ്പി പോകുന്നൊരു പാതമാണിത്. പോയി ഇനി വെള്ളച്ചാട്ടത്തിന് അടുത്ത് തന്നെ ഒരു വീടുണ്ട്. ഒരുപാട് മുകളിലാണ് വീട്ടുകൾ. അത് ഒന്ന് അവിടെ എത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന വീട്ടുകാരൊക്കെ പറഞ്ഞു. അവിടെ എത്തി ആക്കണ്ട മല എത്ര മുകളിലാണെന്ന് ചിക്കനായി ചോദിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ അപ്പനും പുള്ളിക്കാരനും ഇവിടെ കാടല്ല ജീവിക്കാനെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഇവിടെയാണ് സ്വർഗവും ഉണ്ട്, സ്വർഗമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കസേരയൊക്കെ ഇട്ട് വന്ന് കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ടെന്ന് സെൻസസൊക്കെ എടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കും തോന്നിപ്പോകുന്നു എത്ര സ്വർഗത്തിലാണ് അവർ ജീവിക്കുന്നത്. വളരെ പാടുപെട്ട് അവിടെ എത്താനും ആഹാര സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കാനും ഒക്കെ പാടാണ്. പക്ഷേ അവർ അവിടെ ഒരു തരത്തിലും വേറെ ഒന്നിനെക്കുറിച്ച് അറിയാതെ സമാധാനത്തിൽ സന്തോഷമായിട്ട് അവരുടെ ജീവിതം ആസ്വദിക്കുന്നതെന്ന് കേട്ടപ്പോൾ, അതും അസുഖങ്ങളൊക്കെ വന്നാൽ എങ്ങനെയാണ് അവർ ആശുപത്രി പോകുന്നതെന്ന് പോലും ചോദിച്ചാൽ അവർ പറയുന്നത് അസുഖങ്ങൾ വന്നാലല്ലേ പോകേണ്ടതുള്ളൂ. അങ്ങനെ പ്രകൃതിയോടിണങ്ങിയ രണ്ട് മനുഷ്യന്മാരെ കാണാൻ പറ്റി. ആ കുന്നിൻ്റെ മുകളിൽ കയറുമ്പോൾ അയ്യോ പൊത്തോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ അവരെ കണ്ടതിൻ്റെ ഒരു സന്തോഷം, ഇനി ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടാണ് ഇറങ്ങുന്നത്. വളരെ രസമുള്ള, വളരെ മറക്കാൻ കഴിയാത്തൊരു അനുഭവം തന്നെ രണ്ട് മനുഷ്യന്മാരായിരുന്നു. അതൊന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇങ്ങനൊരു നടവഴി മാത്രമാണ് അവിടെ എത്താൻ നമുക്ക് മാർഗം. അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ആ വെള്ളച്ചാട്ടം എല്ലാം ഉണ്ട്. പക്ഷെ കടന്നു വേണം ആ വീട്ടിൽ. അങ്ങനെ രീതിയിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നേ ഇല്ല. വീട് റോഡിൽ നിന്ന് എത്ര ഉള്ളിലാണ് കാണിച്ചു തരണം. ഇത് അവിടേക്കുള്ള വഴിയാണ്. ഇങ്ങനെ കാടുകളാണെങ്കിലും ഇതിൽ ഇല്ലാത്ത പല പ്രശ്നങ്ങളൊന്നുമില്ല. റഹ്മദീഷാക്കും വീട് അവർക്ക് വേണ്ടതെല്ലാം അവിടൊക്കെ തന്നെ അവർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കുറേയൊക്കെ ഉള്ളിൽ ഏറ്റവും അവസാനമാണ് അവർക്ക് വീടെന്നുള്ളതാണ് ഇതിനകത്തെ പറ്റി. ഞങ്ങൾ പോകുന്ന വഴിയാണിത്. ഇതാണ് വഴി. അത് ആ താഴെ ഒരു കോൺക്രീറ്റ് റോഡ് വരെ മാത്രമാണ് വണ്ടി എത്തുന്നത്. ഇതിന് മുകളിലോട്ട് അവർ ഈ പ്രായത്തിൽ 40-90 വയസ്സ്, 80 വയസ്സുണ്ട്. അവർ ഈ പ്രായത്തിൽ അവിടെ എത്തുന്നുണ്ട്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് പ്രായം അവരെക്കാൾ കൂടുതലാണെന്ന് തോന്നും. അത്രയ്ക്കാണ് അപ്പോൾ ആവശ്യമായിരുന്നു. എന്നാൽ അവർ വളരെ ചെറുപ്പത്തോടെ ഇരിക്കുന്നതിൻ്റെ കാരണം ഈ മലയും കുന്നും കയറി അവരവിടെ എത്തുന്നത് കൊണ്ടാണ് ദിവസം. അരുവിയാണ് കാണുന്നത്. റോഡിലേക്ക് എത്താറായിട്ടുണ്ട്. വളരെ അടുത്ത് ഒരു കോൺക്രീറ്റ് റോഡിലേക്കാണ് ഇന്ന് നമ്മളെത്തുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നിയൊരു
യാത്ര. വളരെ മനോഹരമായ നമുക്കടുത്തുള്ള ഒരു യാത്ര. ഇത്ര യാത്രയെന്ന് പറഞ്ഞാൽ ഒരു ട്രക്കിംഗ് എന്നൊക്കെ പറയാം. കമ്പിൾ കഴിച്ച് കുത്തിയൊക്കെയാണ് ഞങ്ങൾ അങ്ങെത്തിയത്. അങ്ങനെ റോഡിലേക്ക് റോഡ് അവിടെ താഴേക്കൊക്കെ ഉള്ള മറ്റു വീടുകളിലേക്കാണ്. അപ്പോൾ സന്തോഷമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.